ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ എല്ലാവർക്കും എല്ലാ സ്റ്റുഡൻസിനും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൺട്രീനെ കുറിച്ചാണ്, അതായത് ജോർജിയ. നമുക്കിപ്പോ MBBS ഇൻ ജോർജിയ നോക്കുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്, പിന്നെ അതുപോലെ ഇപ്പൊ ജോർജിയ എന്ന് പറയുന്ന കൺട്രി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിപ്പോ ഇന്ത്യയിലെ MBBS അഡ്മിഷൻസ് നോക്കുന്ന പോലെ തന്നെ ഇപ്പോ സ്റ്റുഡൻസ് നോക്കുന്ന ഒരു കാര്യമാണ് എബ്രോഡും MBBS അഡ്മിഷൻസ് നോക്കുന്നത്. ഇപ്പൊ എബ്രോഡ് MBBS നോക്കുന്ന സ്റ്റുഡൻസിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ജോർജിയ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ജോർജിയ കൺട്രീനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കറന്റ്ലി നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു കൺട്രിയും കൂടിയാണ് ജോർജിയ. നമുക്കിപ്പോ അവിടുത്തെ കൾച്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ഫുള്ളി അല്ല എന്നുണ്ടെങ്കിലും ഒരു 80% യൂറോപ്യൻ കൾച്ചർ അല്ലെങ്കിൽ യൂറോപ്യൻ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കൺട്രി തന്നെയാണ് നമ്മുടെ ജോർജിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവിടുത്തെ ക്യാപിറ്റൽ സിറ്റി, ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് വരുന്നത് ടിബിലിസി ആണ്. ഇപ്പൊ ടിബിലിസി, പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ലാർജസ്റ്റ് സിറ്റി ആയിട്ട് വരുന്നത് ബട്ടൂമി സിറ്റിയാണ്. ഇപ്പോൾ ടിബിലിസിയിലാണെങ്കിലും ബട്ടൂമി സിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അതർ സിറ്റീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി പ്രൈവറ്റ് ആൻഡ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് നമുക്ക് MBBS നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോ ജോർജിയ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ യൂറോ ഏഷ്യൻ കൺട്രി ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് പറയാലോ, നമുക്ക് എബ്രോഡ് MBBS പഠിക്കാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങളുടെ ഒരു MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് യൂറോ ഏഷ്യൻ കൺട്രി എന്ന് പറയുന്നത്. അപ്പൊ യൂറോ ഏഷ്യൻ കൺട്രീസിൽ തന്നെ ഏറ്റവും സേഫസ്റ്റും പിന്നെ അതുപോലെ തന്നെ ക്രൈം റേഷ്യോ കുറഞ്ഞതുമായ ഒരു ബെസ്റ്റ് കൺട്രി തന്നെയാണ് നമുക്ക് ജോർജിയ. ഇപ്പൊ നമുക്ക് ജോർജിയയിൽ തന്നെ വിസ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറോ ഏഷ്യൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് വിസ പ്രോസസ്സും കാര്യങ്ങളും കുറച്ച് ടൈം പീരീഡ് വരുന്നതാണ്. നമുക്ക് ഇൻടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ 2 ഇൻടേക്ക് ആണ് വരുന്നത്, സെപ്റ്റംബറും പിന്നെ അതുപോലെ തന്നെ ജാനുവരി. നമുക്കിപ്പോ എബ്രോഡൊക്കെ പോയിട്ട് MBBS അഡ്മിഷൻസ് നോക്കുമ്പോൾ നമ്മൾ മെയിൻലി നോക്കേണ്ട ഒരു കാര്യമാണ് NMC, അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കൺട്രിയാണോ എന്നുള്ളത്. നമുക്ക് ജോർജിയ നോക്കുന്ന സമയത്ത് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പറയുന്ന എല്ലാ നോംസും, അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലും പിന്നെ അതുപോലെ തന്നെ 54 മാസത്തെ കോഴ്സ് ഡ്യൂറേഷൻ, പിന്നെ നമുക്ക് ലൈസൻസ് ടു പ്രാക്ടീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി തുടങ്ങിയ എല്ലാ നോംസും ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കൺട്രി തന്നെയാണ് നമ്മുടെ ജോർജിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ മെയിൻലി നോക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ളത്. നമുക്ക് ജോർജിയയിൽ നമുക്ക് നോക്കുമ്പോൾ കറന്റ്ലി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളതായ യൂണിവേഴ്സിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിപ്പോ ജോർജിയയിൽ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോ മെയിൻലി പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കിപ്പോ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുന്ന സമയത്ത് 12:1 എന്നാണ് അവിടുത്തെ സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ തന്നെ വരുന്നത്. അതായത് 12 സ്റ്റുഡൻസിന് 1 ഫാക്കൽറ്റി എന്നുള്ള ഒരു രീതിക്കാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ പോകുന്നത്. പിന്നെ നമുക്കിപ്പോ നോക്കുകയാണെങ്കിൽ ECTS സിസ്റ്റം, അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കൺട്രിയും കൂടിയാണ് നമ്മുടെ ജോർജിയ എന്ന് പറയുന്നത്. അപ്പോ ECTS സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഡേ ടു ഡേ അസസ്മെന്റ്സ് അല്ലെങ്കിൽ എക്സാംസ്, ഇവാലുവേഷൻസ് ഇതിലൂടെ എല്ലായിരിക്കും അവരുടെ അറ്റൻഡൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു 100% അറ്റൻഡൻസും കാര്യങ്ങളുള്ള ഒരു സ്റ്റുഡന്റിനായിരിക്കും എക്സാംസും കാര്യങ്ങളെല്ലാം അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത്രയ്ക്കും പ്രോപ്പർലി എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കൺട്രിയും കൂടിയാണ് നമ്മുടെ ജോർജിയ എന്ന് പറയുന്നത്. നമുക്കിപ്പോ കംപ്ലീറ്റ്ലി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് നമ്മുടെ ജോർജിയയിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോ ആഫ്റ്റർ ദ കോഴ്സ് നിങ്ങൾക്കിപ്പോ ഒന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ സെറ്റിൽഡ് ആവാനോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ PG കംപ്ലീറ്റ് ചെയ്യാനായിട്ടോ കാര്യങ്ങൾക്കെല്ലാം ഇപ്പോ നമ്മൾ വേറെ കൺട്രീസ് നോക്കുമ്പോൾ അതിപ്പോ ഇന്ത്യ ആയാലും യൂറോപ്യൻ കൺട്രീസ് ആയാലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ എക്സാംസ് ആയിട്ടുള്ള ഇപ്പൊ നെക്സ്റ്റ് എക്സാം, USML എക്സാംസ് തുടങ്ങിയ എക്സാംസിനെല്ലാം നിങ്ങൾക്ക് ഈസിലി ക്യാച്ച് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കും. പിന്നെ നമുക്കിപ്പോ അവിടുത്തെ ക്ലൈമറ്റ്, ജോർജിയയിലത്തെ ക്ലൈമറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു തണുപ്പും കാര്യങ്ങളാണ് നമുക്ക് അവിടുത്തെ ക്ലൈമറ്റ് ആയിട്ടാണെങ്കിലും വരുന്നത്. പിന്നെ നമുക്ക് മെയിൻലി ക്രൈം റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പോകുന്ന ആ ഒരു കൺട്രി സേഫസ്റ്റ് ആണോ എന്നുള്ളതാണ്
ആയിരിക്കുമല്ലോ നമ്മൾ മെയിൻലി നോക്കുന്ന ഒരു കാര്യം. അപ്പോ ജോർജിയ എന്ന് പറയുന്ന കൺട്രി നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളതും ക്രൈം റേഷ്യോ കുറഞ്ഞതുമായിട്ടുള്ള ഒരു കൺട്രിയാണ് നമുക്ക് ജോർജിയ എന്ന് പറയുന്നത്. അപ്പോ എബ്രോഡ് MBBS അല്ലെങ്കിൽ ഇപ്പൊ ജോർജിയയിലെ MBBS നോക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ജോർജിയ എന്ന് പറയുന്ന കൺട്രി വരുന്നത്. ഇപ്പൊ ജോർജിയയിലെ MBBS അഡ്മിഷൻസ് നോക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പൊ അവിടുത്തെ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസും പിന്നെ അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ, അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഫ്രീ കൗൺസിലിംഗ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് ഇപ്പൊ തന്നെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.